വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെരുമഴയിലും പ്രളയത്തിലും തുടരുന്ന ദുരന്തഭീതി അതിഗുരുതരമായി തുടരുകയാണ്. അസമിലും നാഗാലാൻഡിലും കനത്ത മഴയെ തുടർന്ന് നദികളെല്ലാം അപകടരേഖയ്ക്ക് മുകളിലൂടെ കവിഞ്ഞൊഴുകുന്നു. അസമിലെ ജോർഹാട്ടിൽ ഭോഗ്ദോയ് നദി ഗതിമാറിയൊഴുകിയതോടെ 20-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അപ്പർ അസമിലും അയൽ സംസ്ഥാനമായ നാഗാലാൻഡിലും പെയ്യുന്ന കനത്ത മഴ വടക്ക് കിഴക്കൻ മേഖലയെ പ്രളയക്കെടുതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അസമിലെ ജോർഹാട്ടിൽ സ്ഥിതിഗതികൾ കൈവിട്ട അവസ്ഥയിലാണ്. ഭോഗ്ദോയ് നദി കരകവിഞ്ഞതോടെ ഷൽമാര, മാലോ, പഥാർ മേഖലകളിലെ പ്രധാന റോഡുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 20-ലധികം ഗ്രാമങ്ങളെയാണ് ഭോഗ്ദോയ് നദിയിലെ പ്രളയജലം ഒറ്റപ്പെടുത്തിയത്. വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയതോടെ നിത്യവൃത്തി പോലും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. पानी बहुत भरा है, 20-25 का गांव डूब गया हमारा और बहुत दिक्कत हो रहा है. हमारा पानी खाने का पानी नहीं है, तो पानी अभी बढ़ रहा है पूरा. ജോർഹാട്ടിന് പുറമെ ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഭയാനകരമായ രീതിയിലാണ് ഉയരുന്നത്. അസമിലെ 16 ജില്ലകളിലായി 3.63 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ നാഗാലാൻഡിലും കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന പാതകളെല്ലാം തകർന്നതോടെ നാഗാലാൻഡിലെ പല മലയോര ഗ്രാമങ്ങളും പുറം ലോകവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലാണ്. ദുരന്തബാധിത മേഖലകളിൽ NDRF, SDRF, സൈന്യം എന്നിവർ ചേർന്ന് അതിസാഹസികമായാണ് ബോട്ട് സർവീസുകൾ വഴി ആളുകളെ ഒഴിപ്പിക്കുന്നത്. അടുത്ത 48 മണിക്കൂർ കൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രകൃതിക്ഷോഭത്തിൽ ആടിയുലയുന്ന അസമിനും നാഗാലാൻഡിനും അടിയന്തര കേന്ദ്ര സഹായം ഉറപ്പാക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ജനം, ഡൽഹി.